ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും, നമസ്കാരം. റെസിപ്പീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു നെല്ലിക്ക അച്ചാറുമായിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു നെല്ലിക്ക അച്ചാറാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനുവേണ്ടി നമ്മളൊരു പാൻ വയ്ക്കുക. അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഓയിലോ വെളിച്ചെണ്ണയോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്. നല്ലെണ്ണയാണ് ഏറ്റവും ബെസ്റ്റ് അച്ചാർ ഉണ്ടാക്കാനായിട്ട്. അതിലേക്ക് ഈ എണ്ണയിലേക്ക് നമുക്ക് കഴുകി വെള്ളമയമൊക്കെ മാറ്റിയ നെല്ലിക്ക ചേർത്ത് വഴറ്റി കൊടുക്കാം. അപ്പോൾ നെല്ലിക്ക ഓരോന്നായി ചൂടായ എണ്ണയിലേക്ക് ഇട്ട് നമുക്കൊന്ന് വാട്ടിയെടുക്കാം. സാധാരണ നെല്ലിക്ക അച്ചാർ നമ്മൾ പുഴുങ്ങുകയൊക്കെയാണ് ചെയ്യാറ്. അപ്പോൾ ഇതിൽ നമ്മൾ എണ്ണയിലൊന്ന് വാട്ടിയെടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. ഒരു 5 മിനിറ്റ് നമുക്ക് ഈ നെല്ലിക്ക എണ്ണയിലൊന്ന് വാട്ടിയെടുക്കാം. ഒന്ന് മൊരിഞ്ഞു വരട്ടെ. അതിനുശേഷം നമുക്കത് ആ എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. ചൂടാറിയതിന് ശേഷം നമുക്ക് ഒരു കത്തി കൊണ്ട് ഇതൊന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളായി നുറുക്കാം. ചെറിയ നെല്ലിക്കയാണെങ്കിൽ നമുക്ക് നുറുക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ തന്നെ നമുക്ക് അച്ചാറിടാം. അപ്പോൾ ഇതൊരു വിധം ഇടത്തരം നെല്ലിക്ക ആയതുകൊണ്ട് ഞാനൊന്ന് നുറുക്കിയിടുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നെല്ലിക്ക നുറുക്കിക്കഴിഞ്ഞു. ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മൾ നേരത്തെ വാട്ടാനെടുത്ത എണ്ണ ഉപയോഗിക്കാം. അതിലേക്ക് ഒരു 5-6 വെളുത്തുള്ളി അല്ലി ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉലുവ പൊടിച്ചത് ചേർത്തിട്ടുണ്ട്. ഉലുവ ഒന്ന് വറുത്ത് പൊടിച്ചതാണത്. 1 ടീസ്പൂൺ കായം, കുറച്ച് ചതച്ച മുളക്, ഉണക്കമുളക് ഒരു 2 എണ്ണം. ഇത്രയും ഒന്ന് ഈ എണ്ണയിലേക്ക് ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ച നെല്ലിക്ക ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അച്ചാറായതുകൊണ്ട് കുറച്ചധികം ഉപ്പ് ചേർത്ത്, കാരണം ഇരിക്കും തോറും ഉപ്പൊന്ന് കുറയും. അപ്പോൾ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് 2 ടീസ്പൂൺ വിനാഗിരിയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. എൻ്റെ ക്വാണ്ടിറ്റി കുറവായതുകൊണ്ടാണ് അത്രയും ചേർക്കുന്നത്. അല്ലെങ്കിൽ ഒരു 1/4 കപ്പ് വരെയൊക്കെ 1 കിലോ നെല്ലിക്കയ്ക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു നെല്ലിക്ക അച്ചാറാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പുഴുങ്ങിയെടുത്ത് നെല്ലിക്ക അച്ചാറിടുന്നതിനേക്കാളും ടേസ്റ്റാണ് എണ്ണയിൽ വാട്ടിയെടുക്കുന്ന നെല്ലിക്ക അച്ചാറിന്. അങ്ങനെ നമ്മുടെ നെല്ലിക്ക അച്ചാർ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട്, അതുപോലെ തന്നെ നല്ല രുചിയും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. ഇഷ്ടമായാലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കമൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക.